കുരികളുടെ ഒരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കുരികൾ തനിക്കൊരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നത് എവിടെയാ? ദൈവത്തിന്റെ യാഗപീഠത്തെ പ്രാണികളായിരിക്കുന്ന കുരുകിലും മീവൽ പക്ഷിയും അവർ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിവാസം കണ്ടെത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ യാഗപീഠത്തിനകത്ത്. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളെ നമ്മുടെ തലമുറകളൊന്നും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ദൈവകൃപയിൽ ദൈവാലയത്തിൽ ശരണം പ്രാപിച്ചെങ്കിൽ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കും. ഈ രാത്രിയിൽ നമുക്ക് ദൈവം ദാനം തന്ന കുഞ്ഞിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം തന്ന ദാനത്തെ നന്ദിയോടുകൂടെ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ എവിടെ വളർത്തണമെന്ന് ചോദിച്ചാൽ എവിടെ വളർത്തണം? ഒന്ന്, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ യാഗപീഠത്തിൽ തന്നെ ആശ്രയം വയ്ക്കാനായിട്ടിടയായി തീർന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട്. അനേകം തകർന്നു പോകുമ്പോൾ, അനേകം കുഞ്ഞുങ്ങൾ തകർന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നായ പറയുന്നു കുരികിൽ ഒരു വീട് കണ്ടെത്തിയിരിക്കുന്നു. എവിടെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ യാഗപീഠത്തിനകത്ത്. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂട് കണ്ടെത്തിയിരിക്കുന്ന എവിടെയാണ്? ദൈവത്തിന്റെ യാഗപീഠത്തിൽ. അപ്പോൾ നോക്കിയ പക്ഷിയും കുഞ്ഞും ഒരുപോലെ ദൈവത്തിന്റെ യാഗപീഠത്തിൽ സ്വസ്ഥത കണ്ടെത്തുവാനായിട്ട് ഗോരേഖിന്റെ മക്കൾ ദൈവത്തിന്റെ യാഗപീഠത്തിനകത്ത് അഭയം കണ്ടെത്തി. എന്നാൽ ഗോരേഖും മണ്ണിൽ അഭയം കണ്ടെത്തിയപ്പോൾ അവർ മണ്ണിനകത്ത് നശിച്ചു പോയപ്പോൾ അവർ മണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ പാതാളത്തിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അവരുടെ തലമുറ പറയുന്നു ഞങ്ങൾ ദൈവത്തിന്റെ ആലയത്തിന്റെ നിവാസത്തിലെ അനുഗ്രഹം ഞങ്ങൾ കാണുവാനായിട്ടിടയായി തീർന്നു. നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്. നമുക്ക് തലമുറകളെ ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ സൗന്ദര്യം കാണുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ സൗന്ദര്യം കാണുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കപ്പെടുവാനായിട്ടിടയെത്തുന്നു. അതുകൊണ്ട് ഒരു ജീവിതമുണ്ട്. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹന്ന എന്ന് പറയുന്ന വ്യക്തി അവൾ ആലയത്തിന്റെ സൗന്ദര്യം കണ്ടെത്തി. അതുകൊണ്ട് അവളുടെ തലമുറയും ആലയത്തിന്റെ സൗന്ദര്യം കണ്ടെത്തി. അവൾ ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചു. അവളുടെ മകനും ദൈവാലയത്തിൽ പ്രാർത്ഥിപ്പാനിടയായി. അവൾ ദൈവാലയത്തിൽ വന്നിട്ട് കരഞ്ഞു. അവളുടെ തലമുറയും ദൈവാലയത്തിൽ കരഞ്ഞു. അവൾ ദൈവാലയത്തിൽ ദൈവത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടു. അവളുടെ തലമുറയും ദൈവത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ രാത്രി വാത്സല്യമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാണിക്കുന്ന മാതൃകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പിൻപറ്റുവാനായിട്ട്. ദൈവാലയത്തിൽ കരഞ്ഞു. അതുകൊണ്ട് അവളുടെ തലമുറ എവിടെ ചെന്നു? ദൈവാലയത്തിൽ ചെന്നു. അവൾ ഇങ്ങനെ പറഞ്ഞു, യജമാനനെ ഈ പൈതലിന് വേണ്ടി അല്ലയോ ഞാൻ ദൈവസനെ കരഞ്ഞത്. കഴിഞ്ഞ വർഷക്കാലം ഞാൻ ഈ പൈതലിന് വേണ്ടി കരഞ്ഞതാ. അതുകൊണ്ട് കരഞ്ഞു കിട്ടിയ ആലയത്തിൽ വെച്ച് കരഞ്ഞു കിട്ടിയ ഈ തലമുറയും ദൈവാലയത്തിന് സമർപ്പിക്കുന്നു. ഈ രാത്രി വാത്സല്യമുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവത്തിന്റെ ആലയത്തിന് നന്മ കാണുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആലയത്തിന് നന്മ കാണും. നമ്മൾ ആലയത്തിന് സൗന്ദര്യം കാണുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ആലയത്തിന് സൗന്ദര്യം കാണും. നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ തലമുറയും ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിനെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മുടെ തലമുറയും ദൈവത്തിനെ കടന്നു പോകും. അങ്ങനെ നല്ല അനുഭവത്തിലേക്ക് നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വരുവാൻ സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കും. ദൈവമായ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രി സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രകാരം ഈ രാത്രിയിൽ ഈ വത്സര ഭവനത്തിലായിരിക്കാൻ അവകാശം ഒരിക്കല്ലോ അത് ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നതായ പാസ്റ്റർ അലക്സ്, സുഹൃത്തായ പ്രിയ ബിനുമോൻ, ഈ ഭവനത്തിലെ പ്രിയ മകൻ സണ്ണി, ഷിജി, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ, സ്നേഹിതർ, എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ.
ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ഒരു കോട്ടേജ് മീറ്റിംഗ് എന്റെ ഇവിടെ സമയം നോക്കി ക്രമീകരിക്കാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ രാത്രി ഇതുപോലെ വേങ്ങൂർ ലോക്കൽ സഭയില് ഒരു കോട്ടേജ് മീറ്റിംഗ് ശുശ്രൂഷിക്കുകയും ഇതുപോലെ വനം സൂക്ഷിച്ചിട്ട് കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ നടത്തിയായിരുന്നു. നാളെ രാത്രിയില് വാളിയോട്ടാണ് രാത്രി. ഇന്ന് രാത്രി ഒരു ഫ്രീ ടൈം ഉണ്ടായതുകൊണ്ട് പ്രിയപ്പെട്ട താല്പര്യപ്രകാരം ഈ കോട്ടേജ് മീറ്റിംഗ് കടന്നുകൊണ്ട് സംബന്ധിക്കാൻ ഇടയായതിൽ ഞാനും അധികം സന്തുഷ്ടനാണ്. അഭിനവങ്ങളിൽ കൂടെ ചുരുങ്ങിയ സമയം സന്ദേശം ലഭിക്കാൻ സാവകാശം ഒരുക്കല്ലോ. 8:30 മണിക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ബന്ധത്തിൽ മാത്രം പ്രസംഗിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ചെറിയ സന്ദേശം നൽകിയ ശേഷം തുടർന്ന് നമ്മൾ കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. ഇന്ന് രാത്രി കാലത്തെ 6 വരെയ്ക്ക് ഒരു വേദഭാഗം വായിക്കാം. യെരമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. യെരമ്യാവിന്റെ പുസ്തകം എന്നാൽ യഹോവേ, എന്നെ നീ അറിയുന്നു, നീ എന്നെ കണ്ടു, നിന്റെ സന്നിധി എന്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. ബേബി ഡെഡിക്കേഷനുമായിട്ട് ഉള്ളതായ ബന്ധമുള്ള ഒരു വചനമല്ല. നൂറ് സന്ദേശം നൽകിയ ശേഷം അവസാനത്തെ 15 മിനിറ്റ് നമുക്ക് കുഞ്ഞിന്റെ ഡെഡിക്കേഷന് വേണ്ടി സമയം വന്നിരിക്കും. പല പ്രിയപ്പെട്ടവരുടെ കടന്നുണ്ടല്ലോ. സ്നേഹിതരായി വിശ്വാസികളായി പ്രിയപ്പെട്ടവരായി പലരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദൂത് നൽകാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ വായിച്ചായ വേദഭാഗം ദൈവദാസനായ യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, നാം സേവിക്കുന്ന ദൈവം